ഇന്നത്തെ ഭഗവത്ഗീത എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാനും എല്ലാ വൈഷ്ണവർക്കും മഹാരാജാക്കന്മാർക്കും എല്ലാം വേണ്ടി ഒരു ചെറിയ കീർത്തൻ പാടാം. ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി, യശോദനന്ദന പ്രജനരഞ്ജന യമുന തീരാവനചാരി, യശോദനന്ദന പ്രജനരഞ്ജന യമുന തീരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ. മൂകം കരോതി വാചാലം പങ്കം ലങ്കൈദേഹിരം ഇൻകൃപാതമഹം വന്ദേ ശ്രീ ഗുരു ദീനതാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലോട്ട് കടക്കാം. ഇന്നത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ 2ാമത്തെ ചാപ്റ്ററിലെ 26ാമത്തെ ശ്ലോകമാണ്. 226. ഞാൻ ആദ്യം ശ്ലോകം വായിക്കാം. അസാ ചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, തഥാ വിത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. അതാ ചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, തഥാ വിത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. അതാ ചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, തഥാ വിത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥവാ ഏനം ഇവനെ, അതായത് ആത്മാവിനെ, നിത്യജാതം എന്നും ജനിക്കുന്നവനെന്നും, നിത്യം എന്നും, മൃതം വാ മരിക്കുന്നവനെന്നും, മന്യസേ നീ വിചാരിക്കുന്നു, തഥാപി എങ്കിലും, മഹാബാഹോ മഹാബാഹോ, ഏനം ഇവനെ, അതായത് ആത്മാവിനെ കുറിച്ച്, ശോചിതം ദുഃഖിക്കുവാൻ, ന അർഹസി അർഹനല്ല. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ആദ്യം വിവർത്തനം വായിക്കാം. അതല്ല ആത്മാവ് ജീവന്റെ ലക്ഷണം, ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹു നിനക്ക് ദുഃഖിക്കാനാവില്ല. ഭാവാർത്ഥം: ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോകായുധികൾ എന്നും വൈഭാഷികർ എന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വാവസ്ഥയിൽ ജീവന്റെ ആവിർഭാവമുണ്ടാകുമെന്ന് അത്തരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക ദ്രവ്യങ്ങളും രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ
അതിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സിദ്ധാന്തമാണ് നരവംശാസ്ത്രത്തിന്റെ അടിത്തറ. ഇക്കാലത്തെ അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകം മതാഭാസങ്ങൾ ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധ വിഭാഗങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. ഇനി വൈഭാഷികരെ പോലെ അർജുനനും ആത്മാവിന്റെ സത്തയിൽ വിശ്വസിക്കുന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ തന്നെയും ദുഃഖത്തിന് കാരണമില്ല. ഒരു കൂമ്പാരം രാസപദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുമോ? നേരെ മറിച്ച് ആധുനിക ശാസ്ത്രവും ശാസ്ത്രീയ യുദ്ധമുറയും യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി ടൺ കണക്കിന് രാസവസ്തുക്കൾ പാഴാക്കുന്നു. ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു എന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അപ്പോൾ വൈദിക മതാനുസൃതമായ അണുമാത്രമായ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, ആത്മസത്തയെ നിഷേധിച്ചാലും ശരി, അർജുനനെ ദുഃഖിക്കേണ്ടതില്ല. വൈഭാഷികരുടെ സിദ്ധാന്ത പ്രകാരം ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നിമിഷം തോറും എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് പ്രശ്നിക്കുന്നത് എന്തിനെ? കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വരികയിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണത്തെ ഭയപ്പെടേണ്ടതുമില്ല. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനെ മഹാബാഹോ എന്നാണ് തെല്ല് പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നത്. കൈക്കരുത്തിൽ ഉള്ളവനെന്നർത്ഥം. വൈദിക ധർമ്മത്തിന് എതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഒരിക്കൽ കൂടി വായിക്കാം. അതല്ല ആത്മാവ് ജീവന്റെ ലക്ഷണം. ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഓരോ വരികളുടേതായിട്ടുള്ള അർത്ഥം ഒന്ന് എടുത്തു നോക്കാം. അതാ ചൈന്യം നിത്യജാതം. നിങ്ങൾ ചിന്തിക്കുന്നുവോ ആത്മാവ് എപ്പോഴും ജനിക്കുന്നുവെന്ന്? നിത്യം വാ മന്യസേ മൃതം. അതോ നിങ്ങൾ ചിന്തിക്കുന്നുവോ ആത്മാവ് എന്നേക്കുമായി മരിക്കുന്നുവെന്ന്? തഥാപിത്വം മഹാബാഹോ. എന്നാലും ശക്തമായ കരങ്ങളുള്ള അല്ലയോ അർജുന. നൈനം ശോചിതം അർഹതി. എന്നാലും നീ സങ്കടപ്പെടേണ്ട കാര്യം ഇല്ല. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാന് അർജുനനെ തന്റെ മനോദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ അർജുനന് കൊടുക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യം തന്നെ ഭഗവാൻ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞ്? നത്വം സോചിതം അർഹസി. ഈ ശ്ലോകത്തിലോ നൈനം സോചിതം അർഹസി. രണ്ടായാലും സംഗതി ഒന്ന് തന്നെയാണ്. നീ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാന് ആത്മാവിന്റെ പല ക്വാളിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം അർജുനന്റെ യുദ്ധം ചെയ്യാനുള്ള ആ സങ്കടാവസ്ഥയിൽ നിന്ന് അർജുനനെ കരകയറ്റി വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പല കാര്യങ്ങളും അർജുനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സോളിന്റെ ക്വാളിറ്റീസിനെ പറ്റി ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോളിന്റെ വലുപ്പത്തിനെ പറ്റി പറയുന്നു, സോൾ അദൃശ്യനാണെന്ന് പറയുന്നു, അചിന്ത്യനാണെന്ന് പറയുന്നു, ഒരു മാറ്റവും ഇല്ലാത്തതാണെന്ന് പറയുന്നു, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തതാണ്, വെള്ളം കൊണ്ട് കുതിർക്കാനോ കാറ്റ് കൊണ്ട് ഉണക്കാനോ പറ്റുകയില്ല എന്ന് പറയുന്നു.
ശാശ്വതമാണ്, സർവത്ര ഗമിക്കാൻ കഴിവുള്ളതാണ്, പരിണാമങ്ങൾക്ക് അതീതനാണ്, അചഞ്ചലമാണ്, നിത്യമാണ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹം പറയുന്നത് സോൾ എറ്റേണലാണ്. അതുകൊണ്ട് ഭീഷ്മ പിതാമഹനെയും ദ്രോണരെയും വധിച്ചാലും എനിക്കതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് അർജുനനോട് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അർജുനനെ വീക്ഷിച്ച് ഭഗവാന് മനസ്സിലായി അർജുൻ ഇതൊന്നും കൺവിൻസ്ഡ് ആയിട്ടില്ല, താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അർജുനെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പിന്നീട് ഭഗവാന് ഒരു വേറിട്ട ആർഗ്യുമെന്റാണ് ഇവിടെ നടത്തുന്നത്. ഭഗവാനെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പല ഫിലോസഫികളും പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഭഗവാന് നമുക്കറിയാം, ഭഗവാൻ ഇവിടെ ഗുരുവും അർജുനൻ ശിഷ്യനുമായിട്ടാണ്. അർജുനൻ കംപ്ലീറ്റ്ലി ഭഗവാന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവത്ഗീത അദ്ദേഹം ഉപദേശിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം തൻ്റെ ആ ശിഷ്യന്റെ മനസ്സിലുള്ള ശോകം മോഹം എല്ലാം മാറ്റാൻ ശ്രമിക്കുകയാണ്. തൻ്റെ ശിഷ്യനിൽ ഉടലെടുത്ത താൽക്കാലികമായ ആശങ്കകളെയൊക്കെ മാറ്റി വീണ്ടും ഒറിജിനൽ അവസ്ഥയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പല ഫിലോസഫികളും ഇവിടെ പരാമർശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ 2 വിഭാഗങ്ങളുണ്ട്. അതായത് അത്തിസ്റ്റും ഉണ്ട്, തിയയിസ്റ്റും ഉണ്ട്. അത് രണ്ടുപേരുടെ ആസ്തിക എന്നും നാസ്തിക എന്നുമാണ് ഇവരറിയപ്പെടുന്നത്. ആസ്തിക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഭഗവാനിൽ വിശ്വസിക്കുന്നു, ആത്മാവിൽ വിശ്വസിക്കുന്നു, അവർക്ക് വേദങ്ങളിൽ വിശ്വാസമുണ്ട്. അതിൽ ഒരു രണ്ടിലും കുറേ വിഭാഗങ്ങളുണ്ട്, ആസ്തികയിലും നാസ്തികയിലും. ആസ്തികയിലാണെങ്കിൽ സംഖ്യ ഉണ്ട്, അത് വൈശാക്ഷികയുണ്ട്, മീമാംസയുണ്ട്, വേദാന്തയുണ്ട്, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഈ നാസ്തിക എന്ന് പറഞ്ഞാൽ അവർ നിരീശ്വരവാദികളാണ്. അവർ വേദങ്ങളുടെ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നില്ല, ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അവർ നാസ്തിക സ്കൂൾ ഓഫ് ഫിലോസഫിയിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബുദ്ധമതക്കാരും ജൈനമതക്കാരും. അപ്പോഴേ അവർ വേദങ്ങളെയോ ഭഗവാനെയോ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഭഗവാനെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബുദ്ധമതക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നിർവ്വാണമാണ്. അവര് ഈ ദുഃഖങ്ങളിൽ സഫറിങ്സിൽ നിന്ന് എങ്ങനെ മോചനം നേടി നിർവ്വാണം അടയാമെന്നാണ് അവരുടെ ഫിലോസഫി. ഭഗവാൻ പറയുന്ന വാദം, അതായത് ആർഗ്യുമെന്റ്സ്, ഫിലോസഫിയൊക്കെ ഭൗതികവാദത്തിനോട് ഏകദേശം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഭഗവാൻ അർജുനനോട് പറയുന്നത്, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ ഞാൻ വേറൊരു ഫിലോസഫി പറയാമെന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. അതാ ചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. അതായത് സോൾ എപ്പോഴും ജനിക്കുന്നു എന്നും എല്ലായ്പ്പോഴും മരണപ്പെടുന്നു എന്നാണ്. ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം തത്വചിന്തകരുടെ വാദമാണിത്. ശ്രീല പ്രഭുപാദർ ഈ പർപ്പോട്ടിൽ 2 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. അതായത് ലോകായതികൾ എന്നും വൈഭാഷികർ എന്നും. എന്താണ് ഇവരൊക്കെ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചാർവാക് തിയറിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണെങ്കിൽ വളരെ വളരെ പഴയ ഒരു നിരീശ്വരവാദികളുടെ ലീഡറാണ്. ഇവർ തന്നെയാണ് ഈ ലോകായുധികളെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം മെറ്റീരിയലിസത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ബാക്കി എല്ലാ സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷനും അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു. അവരുടെ തിയറി അനുസരിച്ച് എല്ലാ അറിവുകളും അവർ സ്വായത്തമാക്കുന്നത് സെൻസസ്, ഇന്ദ്രിയത്തിൻ്റെ ഒബ്സർവേഷനിൽ കൂടെ കിട്ടുന്നതാണ് അവരുടെ നോളജ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ പുനർജന്മത്തെയും ആത്മാവിനെയും കർമ്മത്തിനെയും ലിബറേഷനെയും എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെയാണ് ആത്മാവെന്നാണ് അവർ കരുതുന്നത്. ശരീരത്തിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ജന്മം എടുക്കുന്നു, മരിക്കുന്നു, അതായത് മരണത്തോടെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആകുന്നു എന്നാണ് അവർ കരുതുന്നത്. ശരിക്കും ഈ ചാർവാക്കിൻ്റെ ഒരു കോട്ടുണ്ട്, അത് വളരെ രസകരമാണ്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ പറയാം. യത്വത് ജീവത് സുഖം ജീവത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്ര നാൾ ജീവിക്കുന്നുവോ അത് അത്രയും നാൾ സുഖമായി ജീവിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ ഋണം ഘൃതം പിബത്ത് എന്നാണ് പറയുന്നത്. കയ്യിൽ പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചായാലും നെയ്യ് കുടിക്കുക എന്നാണ്. ആ ചാർവാക് തിയറിയിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. ശരീരം നശിക്കുമ്പോൾ ജീവിതവും നശിക്കുന്നു. നമ്മുടെ എക്സിസ്റ്റൻസിനെ പറ്റി ഒരടയാളവും ഇല്ല.
അതാണ് ലോകായുധികൾ എന്ന് പറയുന്നവർ. ശരീരം ജനിക്കുന്നു, മരിക്കുന്നു, കംപ്ലീറ്റ്ലി എൻജോയ്, അതാണ് അവരുടെ ആദ്യത്തെ വിഭാഗത്തിന്റെ പോളിസി. ഇനി നമുക്ക് രണ്ടാമത്തെ വൈഭാഷികർ അവരെ പറ്റി ഒന്ന് നോക്കാം. ബേസിക്കലി അവർ ബുദ്ധിസ്റ്റുകൾ തന്നെയാണ്. അവർ വിചാരിക്കുന്നത് ആത്മാവ് എന്നാൽ വിജ്ഞാന സ്വരൂപം എന്നാണ്. അവർ സമ്മതിക്കുന്നുണ്ട് ആത്മാവും ശരീരവും തമ്മിൽ ബന്ധമുണ്ടെന്ന്. പക്ഷെ അവരുടെ വിശ്വാസം ആത്മാവ് ശരീരത്തോടൊപ്പം തന്നെ നശിക്കുന്നു എന്നാണ്. അതായത് ശരീരം ജന്മമെടുക്കുന്നതിനോടൊപ്പം ആത്മാവും ജന്മമെടുക്കുന്നു, കാലക്രമേണ രണ്ടും ക്ഷയിക്കുന്നു, അതായത് അവസാനം മരിക്കുന്നു. ഇവിടെ ഭഗവാൻ ഇത് സംസാരിക്കുന്ന സമയത്ത്, അതായത് ദ്വാപര യുഗത്തിലും ഇത്തരം ചിലരുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഭഗവാൻ ഇതിനെപ്പറ്റി പറയണമെങ്കിൽ അക്കാലത്തും ഇങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതായത് നിരീശ്വരവാദികൾ, ആത്മാവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ. കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, നീ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തന്നെ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, അതായത് ആത്മാവ് എന്നും ജനിക്കുന്നു എന്നും എല്ലായ്പ്പോഴും മരിക്കുന്നു എന്നും കരുതുകയാണെങ്കിൽ എന്നിരുന്നാലും നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഫിലോസഫി കൊണ്ട് അർജുനെ വീണ്ടും അദ്ദേഹം പറയുന്നത്. കാരണം അത് ആത്മാവ് നമ്മുടെ ശരീരത്തോടൊപ്പം ജനിക്കുന്നു, ആത്മാവ് മരിക്കുന്നു, പിന്നെ നീ അതിൻ്റെ പുറത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നാണ് അർജുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭഗവാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രഭുപാദർ പറയുകയാണ്, ഈ ലോകായുധികളും വൈഭാഷികരും മോഡേൺ സയന്റിസ്റ്റുകളും എല്ലാം ഒരേ ലൈനിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ശരിക്ക് എന്താണ് ഈ മോഡേൺ സയന്റിസ്റ്റുകൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ പറയുന്നത് ശരീരം ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണെന്നാണ്. ഇവിടെ ചില പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക പദാർത്ഥങ്ങളും കെമിക്കൽ പദാർത്ഥങ്ങളുമായിട്ട് സംയോജനം നടക്കുമ്പോൾ ജീവന്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നും അവർ അനുമാനിക്കുന്നു. അവർ പറയുന്നത് ശരീരം കെമിക്കൽസിന്റെ ഒരു കൂമ്പാരമാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ കെമിക്കൽസ് തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ ജീവന്റെ കണിക ഉണ്ടാവും എന്നും അവർ പറയുന്നു. നിരീശ്വരവാദത്തെയാണ് ഈ മോഡേൺ ഏജിലെ സയൻസ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നവരിനെ സ്പിൻ ഡോക്ടേഴ്സ് എന്ന് പറയും. അവർ മീഡിയ എക്സ്പേർട്സ് ആണ്. അവർക്ക് ഇതിന് വളരെ പ്രചാരം കിട്ടി, പിന്നെ ശരിക്കും ആളുകളുടെ അറ്റൻഷൻ എങ്ങനെ കിട്ടണമെന്നൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഈ സ്പിൻ ഡോക്ടേഴ്സ്. അവരാണ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, ഈ ഫിലോസഫിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയും DNA കമ്പൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ജീവൻ ഉണ്ടാകുമെന്നാണ്. അവർക്കറിയില്ല ശരിക്കും ജീവൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള സത്യം അവരറിയുന്നില്ല. ശരിക്കും ഞാൻ ഒരു ലെക്ചറിൽ കേട്ട കാര്യമാണ്. ഒരിക്കലും ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ നമ്മുടെ ഒരു ഡിവോട്ടി, ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഭക്തനുമായിരുന്നു. മറ്റ് സയന്റിസ്റ്റുകൾ ഇപ്പോൾ മേൽപ്പറഞ്ഞ പോലുള്ള ഫിലോസഫി അവതരിച്ചപ്പോൾ, ഒരു പർട്ടിക്കുലർ തിയറി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഭക്തൻ കയ്യുർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ എത്ര വേണമെങ്കിലും കെമിക്കൽസ് തരാം, എനിക്കൊരു ജീവനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴേ ഈ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞൻ പിന്നെ ഒരു അക്ഷരം പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് വാക്കുകൾ ഇല്ലാതെയായി. ഈ നമ്മുടെ ഡിവോട്ടിയായ സയന്റിസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ജീവൻ സൃഷ്ടിച്ചുകൂടെ? ഇതൊക്കെയാണ് നിങ്ങളുടെ ഫിലോസഫി എങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവൻ സൃഷ്ടിച്ചുകൂടെ? അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ സൗണ്ട് കുറച്ച് കുറവാണ് മാതാജി. ശരി മാതാജി, ഞാൻ ഉറക്കെ പറയാം. ശരിക്കും ഈ ഫിലോസഫികളെല്ലാം ബോഗസ് ആണ്. ശരിക്കും ഈ ഫിലോസഫി എങ്ങനെയാണ് അർജുനെ സഹായിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആരും ഒരു കെമിക്കൽ കൂമ്പാരം നശിച്ചതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല. ശ്രീല പ്രഭുപാദർ പറയുകയാണ്, ഈ മോഡേൺ ഏജിൽ യുദ്ധസമയത്തൊക്കെ ടൺ കണക്കിന് കെമിക്കൽസ് ആണ് ശരിക്കും ഉപയോഗിച്ച് നശിപ്പിച്ചൊക്കെ കളയുന്നത്. അതുകൊണ്ട് ഒരു കുറച്ച് കെമിക്കൽസ് നശിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. അതിന് നീ എന്തിനു വേണ്ടിയിട്ടാണ് വിലപിക്കുന്നതെന്നാണ് ഇവിടെ പ്രഭുപാദർ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് ശ്രീല പ്രഭുപാദർ പറയുന്നത്, വൈഭാഷികരുടെ സിദ്ധാന്ത പ്രകാരം എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവത്തിനെ പറ്റിയും വ്യസനിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് പറയുന്നത്. അതുകൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ശരീരത്തോടൊപ്പം ആത്മാവും നശിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. അങ്ങനെ വരികയാണെങ്കിലും അർജുനന് തൻ്റെ പിതാമഹന്റെയും ഗുരുവിന്റെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ ഒന്നും ഭയപ്പെടേണ്ടതും ഇല്ല.
ഇവിടെ ഭഗവാന് അക്കാലത്തുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെ പറ്റി പറയുകയും അതിനെ ആ ഒരു ഫിലോസഫിയെ നിരാകരിക്കുകയുമാണ് ചെയ്യുന്നത്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭഗവാൻ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും നമുക്കറിയാം, നമ്മളും പലപ്പോഴും പല ഫിലോസഫികളും ഒക്കെ കേൾക്കാറും പറയാറും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും പിരിഞ്ഞിരിക്കുന്ന അവസരത്തിൽ, അതായത് വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരോട് ഫിലോസഫി പറയാൻ പോയാൽ അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് ഒരാളുടെ മനസ്സ് എപ്പോഴാണോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ അവരോട് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. അതായത് ടൈം, പ്ലേസ്, സർക്കംസ്റ്റൻസസ് കണക്കിലെടുത്ത് വേണം നമ്മൾ വേറൊരാളിൽ ഈ ഫിലോസഫി പ്രചരിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ. നമുക്ക് മഹാഭാരതത്തിൽ തന്നെ ഒരു കഥ എടുക്കാം. അഭിമന്യു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അർജുനന്റെ സുഭദ്രയുടെയും പ്രിയപ്പെട്ട പുത്രൻ. പാണ്ഡവരുടെ സൈന്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ യുവവില്ലാളി വീരനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൗരവര് ചതിയിൽപ്പെടുത്തി മരണപ്പെടുത്തുന്നു. അർജുനൻ വരുമ്പോഴേ സ്വന്തം മകനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും വളരെ വിഷമത്തിലിരിക്കുകയുമാണ്. അർജുനന് തൻ്റെ മകന്റെ വേർപാടിലെ ദുഃഖം താങ്ങാനാവുന്നില്ല. അദ്ദേഹം നിലത്ത് വീണ് കിടന്ന് കരയുകയാണ്. ഒന്നും ആരൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും സാധിക്കുന്നില്ല. അദ്ദേഹം വളരെ 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 വിഷമിച്ച് കിടന്ന് കരയുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ ഒന്ന് നോക്കാം. കാരണം ഭഗവത്ഗീത അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് നീ ആത്മാവാണ്, ശരീരമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അർജുനെ കൺവിൻസ് ചെയ്യിച്ച് എല്ലാം കൊണ്ടുവന്നിട്ട് അവസാനം 1873 അർജുനൻ തന്നെ പറയുകയാണ്, അർജുന ഉവാച നഷ്ടോ മോഹ സ്മൃതി ലബ്ധ ത്വം പ്രസന്നാൻമൈ അച്യുത സിതോ ആസ്മി ഗദാ സന്ദേഹ കരീഷേ വചനം തവ. എന്താണ് അർജുനൻ പറയുന്നത്? അർജുനൻ പറയുന്നത്, മൈ ഡിയർ കൃഷ്ണ, ഓ ഇൻഫാലിബിൾ വൺ, അതായത് കൃഷ്ണ, ഇപ്പോൾ എൻ്റെ വ്യാമോഹങ്ങളെല്ലാം തീർന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ ഇല്യൂഷനിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. എനിക്കെൻ്റെ ബുദ്ധിശക്തി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ സംശയങ്ങളിൽ നിന്നെല്ലാം മുക്തനും അതുപോലെ ഫേമുമാണ്, അതായത് ഉറച്ച വിശ്വാസത്തോട് കൂടിയവനുമാണ്. കൂടാതെ അങ്ങയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു എന്ന് ഭഗവാനെ അറിയിക്കുകയാണ്. കാരണം ഭഗവാന്റെ ഈ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് അർജുനന് സ്ഥിതപ്രജ്ഞനായി, അതായത് വളരെ നല്ല സ്വന്തം ഐഡന്റിറ്റി, എറ്റേണൽ ഐഡന്റിറ്റി ബോധ്യമായി എന്ന് ഉള്ള മട്ടിൽ അർജുനനോട് പറയുകയാണ്. പക്ഷേ ഈ അവസരത്തിലും സ്വന്തം മകന്റെ വേർപാടിലെ അങ്ങേയറ്റം ദുഃഖിതനായിട്ട് നിലത്ത് കിടന്ന് വീണ് കരയുകയാണ് അർജുനൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലും രസമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഭഗവാനും കരയാൻ തുടങ്ങുകയാണ്. ശരിക്കും ഇത് നമ്മളെ ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കും. കാരണം ഭഗവാനാണ് ഈ ഫിലോസഫി എല്ലാം പറയുന്നത്. എന്നിട്ട് അർജുനന്റെ ഈ സങ്കടം കണ്ടിട്ട് ഭഗവാനും കരയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇവിടെ കൺഫ്യൂഷൻ ആയിപ്പോകും. ഇവിടെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഫിലോസഫിയാണ് ഉള്ളത്. കാരണം മനുഷ്യരുടെ സ്ഥായിയായ സ്വഭാവമാണ് വികാരങ്ങൾ. വികാരങ്ങളില്ലാത്ത മനുഷ്യരില്ല. അത് എല്ലാവർക്കും വികാരങ്ങളുണ്ട്. അവരുടെ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ അവരുടെ വികാരങ്ങളെ എന്താണ് ബ്ലോക്ക്, ആ വികാരങ്ങൾ കൊണ്ട് അവരുടെ അറിവിനെ, അവർക്ക് ശരിക്കും അറിവുണ്ടായിരിക്കും, പക്ഷെ അറിവിനെയെല്ലാം വികാരങ്ങളങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതിന് പുറത്തോട്ട് വരാൻ ആ അറിവിന് അപ്പോൾ ഒരു സ്ഥാനവുമില്ല. കാരണം വികാരങ്ങളാണ് അറിവിനെ കൂടെ ഭരിക്കുന്നത്. കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡിവോട്ടിക്കും ഇമോഷൻ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും നമുക്ക് ഭഗവാന് പോലും ഉണ്ടപ്പോൾ പിന്നെ നമ്മളും അതിനെല്ലാം അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കമ്പാഷനിൽ നിന്നും ഉടലെടുത്തതായിരിക്കണം നമ്മളുടെ ആ വികാരങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലോസഫിക്കൽ നോളജും ഇമോഷനും ഒരിക്കലും കോൺട്രഡിക്റ്ററി അല്ല. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ചിലർക്ക് ഫിലോസഫി അറിയാം, പക്ഷേ വികാരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഫിലോസഫി അറിയുന്ന ഒരാളുടെയും അറിയാത്ത ഒരാളുടെയും വികാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫിലോസഫി അറിയാവുന്ന ഒരു വ്യക്തി എത്ര വികാരങ്ങൾ ഉണ്ടെങ്കിലും തൻ്റെ റിയൽ പർപ്പസ്, അതായത് എന്താണ് തൻ്റെ റിയൽ ഡെസ്റ്റിനേഷൻ എന്ന് അതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. തൻ്റെ ശരിയായ ഡ്യൂട്ടി ഏതാണെന്ന് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. അർജുനനും തൻ്റെ മകന്റെ വിയോഗത്തിൽ വികാരാധീനനായി. പക്ഷേ തൻ്റെ ഡ്യൂട്ടി, അതായത് യുദ്ധത്തിൽ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു.
വികാരങ്ങളാകാം, പക്ഷെ ഒരിക്കലും വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. കാരണം അത് നമ്മുടെ ഫങ്ഷൻ ചെയ്യാനുള്ള ആ കേപ്പബിലിറ്റിയെ, നമ്മുടെ ആ കഴിവിനെ നഷ്ടപ്പെടുത്തും. നമ്മുടെ പ്രവർത്തനങ്ങളെ ആകെ താറുമാറാക്കും തരത്തിലുള്ള വികാരങ്ങൾ നമുക്ക് പാടില്ല. ഒരിക്കലും വികാരം നമ്മുടെ വിവേകത്തെ തോൽപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ പല ശ്ലോകങ്ങളിലും കൃഷ്ണൻ അർജുനെ കൗൺസിലിംഗ് ഒക്കെ നടത്തുമെന്ന്, അദ്ദേഹത്തിനെ തൻ്റെ വികാരത്തിൽ നിന്ന് തൻ്റെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലോസഫിയുടെ ഒപ്പം പല പ്രാക്ടിക്കൽ ടിപ്സും ഭഗവാന് ഇതിലൂടെ നമുക്ക് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയും കൂടി ശ്രദ്ധിക്കണം. ശരിക്കും ഇന്നത്തെ ആ ഇന്റലിജന്റ് വേർഡ്, കാരണം ഇന്നത്തെ ലോകം പറയുന്നത് അവർ ഭയങ്കര ഇന്റലിജന്റ് ആണെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അത് അവർ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലെന്നാണ്. കാരണം ഈ തിയറി പ്രകാരം എന്താണ് പറയുന്നത്, എല്ലാം മാറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവബോധം എന്നാൽ, അതായത് കോൺഷ്യസ്നെസ് എന്നാൽ ആ മാറ്റർ, ഒരു മെറ്റീരിയൽ പ്രോസസ്സിന്റെ എപ്പിഫിനോമിനൻ, അതായത് ബൈ പ്രോഡക്റ്റ് മാത്രമാണെന്നാണ് അവര് വാദിക്കുന്നത്. ശരിക്കും അതിന് സ്വതന്ത്രമായ ഒരു അവസ്ഥയോ സോഴ്സോ ഇല്ലെന്ന് ഈ കൂട്ടര് വാദിക്കുന്നു. ഇതുവരെ ആരും ഇതൊന്നും തെളിയിച്ചിട്ടില്ല. ഒരു കെമിക്കലിനെ കോൺഷ്യസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആരും ഇതുവരെ തെളിയിച്ചിട്ടുമില്ല. അവബോധം ആത്മാവിൽ നിന്നല്ല വരുന്നതെന്നാണ് അവർ പറയുന്നത്. ഒരു ഇലക്ട്രോ കെമിക്കൽ സ്റ്റേറ്റിന്റെ അതിൻ്റെ ന്യൂട്രോണൽ ആക്ടിവിറ്റി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നൊക്കെയാണ് അവരുടെ വാദം. ഈ കെമിക്കൽസ് ഇന്നാക്റ്റീവ് ആവുമ്പോൾ നമ്മുടെ കോൺഷ്യസും നശിക്കുമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഭൗതികവാദികളുടെ എക്സിസ്റ്റന്റിനെ തന്നെ തള്ളിപ്പറയുകയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ വികാരത്തിനും സങ്കടത്തിനും ഒന്നും ഒരു സ്ഥാനവുമില്ല. നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സങ്കടവും എല്ലാം ചുരുങ്ങി വെറും ഇലക്ട്രോ കെമിക്കൽ പാറ്റേൺസ് ആയി മാറുകയാണ് ഇവരുടെ സിദ്ധാന്തപ്രകാരം നടക്കുന്നത്. ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ ഈ വിശദീകരണത്തിന്റെ സാധ്യതയില്ലായ്മയെ പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരാൾ ഭൗതികവാദം സ്വീകരിച്ച് ആത്മാവില്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇതെല്ലാം ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് ആണെന്ന് മാത്രം കരുതിയാൽ മതിയെന്നാണ് ഈ മോഡേൺ സയന്റിസ്റ്റുകളുടെ വാദം അനുസരിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും കോൺഷ്യസിന്റെ ഒരടയാളം പോലും ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഒരു മ്യൂസിക് ഒരിക്കലും ഒരു മ്യൂസിക്കൽ ട്രാക്കിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. അതൊരു മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ബയോകെമിക്കൽ സ്ട്രക്ചർ DNA പ്രകൃതിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ശരിക്കും അതിൻ്റെ ലൈഫ് എക്സ്പ്രഷൻ മോഡിഫൈ ചെയ്താൽ വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പേപ്പറിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ക്ലോണിങ്ങിനെ പറ്റിയൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്ക് അതായത് സെല്ല്, ടിഷ്യൂ, ഓർഗാനിസം എന്നിവയുടെ ഐഡന്റിക്കൽ കോപ്പി ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. സങ്കീർണമായ ഒരു പ്രോസസ്സാണത്. അങ്ങനെ കിട്ടുന്ന ക്ലോണ് ഒറിജിനൽ സോഴ്സിന്റെ DNA തന്നെ ആയിരിക്കുമെന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടു, ക്ലോൺ ചെയ്ത ഒരു ഡോളി ഷീപ്പിനെ, ഒരു ആടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവന്റെ ഇതൊക്കെയാണെങ്കിലും ആ ലൈഫ് എക്സ്പ്രഷനിൽ മോഡിഫൈ ചെയ്ത് ചില വേരിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ശാസ്ത്രജ്ഞന്മാർക്ക്. അല്ലാതെ പുതിയൊരു ജീവനെ ഉണ്ടാക്കാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. ഇപ്പോഴും അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. ഈ സയന്റിഫിക്കായിട്ടും ഫിലോസഫിക്കലായിട്ടും ഈ വീക്ഷണങ്ങളെല്ലാം ശരിക്കും നമ്മുടെ സാധാരണ നമ്മുടെ ഒരു ഭക്തിയുത സേവനത്തിനും എല്ലാം ഒരു വെല്ലുവിളിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വേഴ്സിൽ പറയുന്നത് നിരീശ്വരവാദികളുടെ റിഡക്ഷനിസ്റ്റ് ഫിലോസഫി അനുസരിച്ച് ജീവനെ വെറും കെമിക്കലായിട്ട് ചുരുക്കുകയാണെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്കറിയാം ഇത് വെറും ബോഗസ് ആയിട്ടുള്ള ഒരു തിയറിയാണെന്ന്. അത് ഭഗവാനെ അർജുനനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് വീണ്ടും പറയുന്നത്.
അപ്പൊ ഭഗവാൻ അവസാനം പറയുകയാണ്, നീ ഒരു ഭൗതികവാദിയാണെങ്കിലും, കാരണം ഇതാണ് നിന്റെ ചിന്തയെങ്കിലും, കാരണം ആത്മാവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നിന്റെ ചിന്തയെങ്കിലും, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? കാരണം ആത്മാവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നീ എന്തിനാണ് അവരെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് പാപം ഉണ്ടാകുമെന്നോ ഒന്നും കരുതേണ്ട കാര്യമില്ലെന്നാണ് ഭഗവാനോട് പറയുന്നത്. പിന്നെ നീ എന്തിനു സങ്കടപ്പെടും? കാരണം ഈ അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വന്ന് യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ശരിക്കും ഈ സന്ദർഭത്തില് അർജുനനെ ഭഗവാൻ എന്താണ് വിളിക്കുന്നത്? മഹാബാഹോ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പരിഹാസത്തോടെയാണ് ഇവിടെ ഭഗവാൻ അറിയാം, വൈദിക ധർമ്മത്തിനെതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വൈദിക സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനാണെന്നും അറിയാം. പക്ഷേ ഒരുപാട് ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അർജുനെ ബോധ്യപ്പെടുത്താൻ, അതുവഴി നമ്മളെയും ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശരിയായിട്ടുള്ള പല സിദ്ധാന്തങ്ങളും ഈ ലോകത്തിലുണ്ട്. അതിൻ്റെ എല്ലാം ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാനെ അർജുനനിലൂടെ നമുക്കും പറഞ്ഞു തരികയാണ്. നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകത്തെ ഒരുപാട് ഫിലോസഫികളുണ്ട്. ആളുകൾ അവരുടെ മനസ്സിൽ വരുന്നതെല്ലാം പറയുന്നുണ്ട്. നമ്മൾ എന്താണ് അബ്സല്യൂട്ടായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ? നമ്മളെ ഭഗവത്ഗീത സാരം മനസ്സിലാക്കാതെ ഈ മോഡേൺ ഏജിലെ പല ഫിലോസഫികളുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഏറ്റവും റെയറായിട്ട് കിട്ടിയ, എത്രയോ ജന്മാന്തരങ്ങൾക്ക് ശേഷം കിട്ടിയ ഈ മനുഷ്യ ജന്മത്തെ നമ്മൾ വെറും നിഷ്പ്രഭമാക്കി കാണാൻ, അത് ഒരു പ്രയോജനവും ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലരുടെ ഫിലോസഫികൾക്ക് പുറകെ പോകാതെ ഭഗവാന്റെ ഫിലോസഫിയിലെ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ ശരീരമല്ല, നമ്മൾ സോളാണെന്നും അത് എറ്റേണൽ ആണെന്നുമുള്ള ഭഗവാന്റെ വാക്കുകളിൽ നമ്മൾ പരിപൂർണമായിട്ട് വിശ്വാസം അർപ്പിക്കണം. നമ്മളുടെ എറ്റേണൽ ഐഡന്റിറ്റി അത് ഭഗവത് സേവനമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാം. ഈ മോഡേൺ യുഗത്തിൽ, അതായത് ഈ കലിയുഗത്തിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് എല്ലാവരും അതിശയിക്കുമായിരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം, ഒഫൻസ്ലെസ് ചാൻഡിങ് ഓഫ് ദി മഹാമന്ത്ര, അത് നമ്മൾ അത് വെറുതെ അല്ല, സ്റ്റഡിയായിട്ട് അത് ഭഗവത് നാമം ജപിക്കുക. അതുപോലെ സ്റ്റഡിയായ എന്ന് വെച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ ഭഗവത് സേവനം ചെയ്യുക, ഭഗവാനെ സേവിക്കുക. പിന്നെ നിരന്തരം ഭഗവാന്റെ ഗ്ലോറീസ് കേൾക്കുക. അതുകൂടാതെ നമ്മൾ എല്ലാ വൈഷ്ണവരുടെയും ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മുടെ റിലേറ്റീവ് പ്രിൻസിപ്പിൾ നന്നായിട്ട് പാലിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാനിലോട്ട് അടുക്കുവാനുള്ള അവസരം നമുക്ക് കൂടുതൽ ഭഗവാൻ തന്നെ നമുക്ക് തരും. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആകാം. നമുക്കാർക്കും അത്ര ഫെമിലിയർ അല്ലാത്ത നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ മാതാജി പറഞ്ഞു. വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. എന്നാലും നമുക്കാർക്കും ഫെമിലിയർ അല്ലാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതെ ഞാനാണ് മാതാജി. സ്വാഗതം മാതാജി. നല്ല ക്ലാസ്, നന്നായിരുന്നു. താങ്ക് യു. പുതിയ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട്. എന്റെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. ശരി പ്രഭു. താങ്ക് യു പ്രഭു. ചെയ്തോട്ടെ മാതാജി? ശരി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ജയ്.